എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗുമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡിന് 7 മാമാമാരുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കാണ്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവരുടെ വീട് അടുത്തടുത്തൊന്നുമല്ല, കുറച്ച് അകലമൊക്കെയാണ്. എങ്കിൽ പോലും പറ്റണ പോലെയൊക്കെ നമുക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ സമയം ഒരു വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ 9 മക്കളാണ് കേട്ടോ. അതിൽ ഉമ്മയാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ ഒരു അനിയത്തിയും 7 അനിയന്മാരും ആണ് ഉമ്മാക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ അങ്ങനെ പോകാറുണ്ട്. ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തൊന്നുമല്ല അവരുടെ വീടുകൾ, കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറ്റണ പോലെയൊക്കെ നമുക്ക് പോകാം. പിന്നെ അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയാതെയല്ലേ ചെല്ലണത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചെല്ലുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അവിടേക്കൊന്ന് കയറി ഇറങ്ങി നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കണത്. അപ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മാള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ മാള എന്ന് പറയണത്. മാത്രമല്ല നല്ല ഭംഗിയുമുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. പോകുന്ന വഴികളാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, നിറച്ചിങ്ങനെ മരങ്ങൾ, കടകൾ, വീടുകൾ, ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉൾവഴികളിലൂടെയാണ്. പിന്നെ അതേപോലെ തന്നെ പുഴകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴികളിലൂടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഏകദേശം മാള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കും നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അതുമാത്രത്തെ കാഴ്ചകളാണ്. പിന്നെ അതുപോലെ കുറേ പാടങ്ങളും ഒക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ മുഴുവനായിട്ടൊന്നും ഒന്നും വീഡിയോയൊന്നും എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് അത്ര നന്നായിട്ട് തോന്നണ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം മാള ടൗണിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ മാള ടൗൺ എന്ന് പറഞ്ഞാൽ. ഒരുപാട് കടകളൊക്കെ ഉള്ള വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ കടകളൊന്നും ഓപ്പൺ അല്ല. അത്ര തിരക്കൊന്നും നമ്മളന്ന് കണ്ടില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മളിതിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആകെ ഒരു അടഞ്ഞ പോലെ കാണുന്നത്. എങ്കിൽ പോലും ചെറിയ കടകളും തുണി ഷോപ്പുകളും എല്ലാം തന്നെ ഓപ്പണാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് പോകുന്നത് സൺഡേ ആണെങ്കിൽ ഈസ്റ്ററും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കടയടപ്പും ഉണ്ട്. അപ്പോൾ അതാണ് റോഡിലൊന്നും അത്ര വലിയ ഒരു തിരക്കൊന്നും കാണാത്ത കേട്ടോ. അപ്പോൾ ഇതാണ് മാള ജംഗ്ഷൻ. അത്യാവശ്യം ഒരു വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി പോകണം ഈ മാമാമാരെയൊക്കെ വീടുകളിലേക്കായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അവരുടെ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെയൊക്കെ ഉമ്മയുടെ വീട്. എൻ്റെ ആ സ്ഥലം പുത്തഞ്ചിറ എന്ന് പറയും, ഇങ്ങനെ പുഴയൊക്കെ ആയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ, പണ്ടൊക്കെ ഇവിടെയൊക്കെ മീൻ പിടിക്കാൻ വന്നതും ഇതിലൂടെ നടന്നതും അങ്ങനെ ഓരോരോ പഴയ കഥകളൊക്കെ അവർക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പണ്ടത്തെ ഓരോ കാര്യങ്ങളും കഥകളും ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഓരോരോ മെമ്മറികൾ നമ്മൾക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഓടിക്കളിച്ചൊക്കെയാണ് ഇവർ പണ്ടൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ ഇവരിങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. അപ്പോൾ ഈ പുഴയിനോട് തീരത്ത് തന്നെ റൈറ്റ് സൈഡിൽ കണ്ട ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ മുസ്ലിം പള്ളി അതേപോലെ തന്നെ അമ്പലമൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്, ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഇവരുടെ തറവാടൊക്കെ ഉള്ളത്. അപ്പോൾ ഉമ്മയുടെ തറവാടെന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മാമായും ഒരു ഫാമിലിയും താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ മൂത്ത മാമയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, റംബൂട്ടാനാണ് കേട്ടോ നിൽക്കണത്. അതേപോലെ തന്നെ മാങ്ങകൾ. അപ്പോൾ ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. ചുറ്റും മരങ്ങളാണ് കേട്ടോ, എല്ലാത്തിലും കായകളും എല്ലാം ഉള്ള നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. എന്തോരം വീഡിയോ എടുത്താലും മതിയാവാത്ത അത്ര കാഴ്ചകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ മാമായനെ കണ്ടു. അങ്ങനെ അവരെല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ചാമ്പക്കയൊക്കെ ഉണ്ടായി നിൽക്കണ നോക്കി, നല്ല റെഡ് ചാമ്പക്ക. പിന്നെ അതുപോലെ തന്നെ അവിടെ മൽബറി ഉണ്ട്. അങ്ങനെ എന്താ പറയുക, പേര് പോലും അറിയാത്ത അത്ര ഫ്രൂട്ടുകൾ ആ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ,
ഇത് നാരങ്ങ കേട്ടോ. ഇതിൽ കുറേ നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മുകളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ നാരങ്ങകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒക്കെ എല്ലാം ഗ്രീൻ കളറായതുകൊണ്ട് അത്ര വീഡിയോ ഇതിലെടുത്ത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു മാമാടെ വീട്ടിലേക്ക് കടക്കാനായിട്ടൊരു ചെറിയൊരു ഊടുവഴി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൂടെ പോവുകയാണ്. അപ്പോൾ ഇവിടെ പുളിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. എന്തോരം പുളികളാണെന്ന് നോക്കി ഉണ്ടായി കിടക്കണത്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പുളികളൊന്നും പറിച്ചില്ല. പിന്നെ അതേപോലെ ഇപ്പം അടുത്ത മാമാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയ ഫ്രണ്ടിൽ തന്നെ മാവുകൾ ജാതിക്ക എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. കശുമാങ്ങയൊക്കെ കണ്ടില്ലേ. ഇപ്പം നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ കാണാനേ കിട്ടാറില്ല. അങ്ങനെ നമ്മളിതേ ആ വീട്ടിലും വന്ന് അങ്ങനെ മാമ, അമ്മായി, പിള്ളേർ അങ്ങനെ എല്ലാവരെയും നമ്മൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ നോക്കിക്കേ, ഇത് സപ്പോർട്ട് ഉണ്ടായി നിൽക്കണത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിറച്ച മൽബറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ തിന്ന ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല. അപ്പോൾ അതൊക്കെ പാത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവൾക്കൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമുണ്ട്. അവൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ അവളെ കുറേ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കയ്യിൽ കൂട്ടി വയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറേ ചക്കയൊക്കെ ഇങ്ങനെ താഴെ തന്നെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ മാമ പറയുന്നുണ്ട് നിങ്ങളിത് കൊണ്ടുപോയിക്കണം. അപ്പോൾ ഇത്തവണ പിന്നെ അധികം വലിയ പഴുത്ത ചക്ക അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറിച്ച മൽബറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്ടോ. അങ്ങനെ മാമ നിർബന്ധിച്ചതേ നമുക്കൊരു ചക്കയൊക്കെ അങ്ങനെ പറിച്ച് താഴെ ആയതുകൊണ്ട് തന്നെ പറിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിൽ പോലും ഇത് നോക്കിക്കേ, ആ ചക്കയിൽ നിറച്ച് ഇങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ നിൽക്കണ്ട. അപ്പോൾ ആ ചാക്കിലേക്ക് ഇങ്ങനെ ഇട്ടപ്പോഴാണ് നമ്മളത് കണ്ടില്ല, ഇങ്ങനെ അരിച്ചരിച്ച് ഉറുമ്പുകൾ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴത്തേനും പാത്തു ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ മലബറി പൊട്ടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവൾക്ക് അതൊക്കെ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നും കേട്ടോ. അവളിങ്ങനെ ഓരോന്ന് പറിച്ച് കയ്യിലിങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവൾക്കതൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു കൗതുകം കൊണ്ട് എന്നെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവൾക്കത് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരുപാട് ഫ്രൂട്ടുകളും അങ്ങനെ നമുക്ക് അവിടെ ആ പറമ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ മാമായോ അമ്മായിയാണ്ടോ ഈ നിൽക്കണത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത മാമാടെ അടുത്ത് പോയി. അങ്ങനെ കുറേ പേരുടെ അടുത്തൊക്കെ പോയിട്ടോ. കുറേയൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഒരു 6 മണി 6:15 ആയി. അങ്ങനെ നമ്മളൊരു ചാലക്കുടി ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേനും നമ്മളങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാ. അപ്പോൾ അവിടെ കുറേ നോമ്പ് തുറ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷേങ്കിൽ ഞങ്ങൾ അകത്ത് കയറി ഇരുന്നപ്പോഴത്തേനും അങ്ങനെ കാര്യമായിട്ടുള്ള നോമ്പ് തുറ വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കൂടുതലും വെജ് ഐറ്റംസുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു ഏലാഞ്ചിയും പിന്നെ ഒരു വെജ് റോളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെജാണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നു. പിന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ മെയിനായിട്ട് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കൂടുതൽ പലഹാരങ്ങളോ അങ്ങനെ വലിയ ജ്യൂസോ അങ്ങനെ ഒന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അതൊക്കെ ഡെയിലി നമ്മൾ കുടിക്കണമാണല്ലോ. പിന്നെ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് നമ്മളിതേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാലഡ് ഓർഡർ ചെയ്തേ. അതായത് ഫ്രൂട്ട് സാലഡ്, പിന്നെ അതുപോലെ തന്നെ ലൈം ജ്യൂസ്, മിൻറ്റ് ലൈം അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ എന്തായാലും കുടിക്കണമല്ലോ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, നോമ്പൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ നമ്മൾ അതെല്ലാം കുടിച്ചു. അപ്പോൾ ഈ ഫ്രൂട്ട് സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ലേ. അവർ തേനാണ് കേട്ടോ ഉപയോഗിച്ചേക്കണം പഞ്ചസാരക്ക് പകരം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മട്ടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബൗളിന് അവർ 100 രൂപയാണ് കേട്ടോ അവർ റേറ്റ് ഉണ്ടാക്കി എടുത്തേക്കണത്. അപ്പോൾ അത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. പക്ഷേ ഫ്രൂട്ട്സുകൾ അതിൽ വളരെ കുറവായിരുന്നു കേട്ടോ. കുഞ്ഞു ബൗളല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ വളരെ ലേറ്റായിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നേ. അതുപോലെ തന്നെ ഇത് നമ്മൾ പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായല്ലോ ഷവർമ ഇപ്പോൾ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊതി തോന്നി അങ്ങനെ അത് ഓർഡർ ചെയ്താണ് കേട്ടോ. പിന്നെ ഇത് അഫ്ഗാൻ ചിക്കനാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഗ്രേവി നട്ട്സൊക്കെ അരച്ചേർത്തിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. അഫ്ഗാൻ അൽഫാം എന്ന് പറയണത്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു. അപ്പോൾ ഈ 3 ഫുഡുകൾ മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഈ പറഞ്ഞ മാതിരി നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ കൂടുതലും ദാഹമായിരിക്കുമല്ലോ, വിശപ്പിനേലും കൂടുതൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇനി പോകാൻ പോകുന്നത് ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്താനെ കല്യാണം കഴിച്ചേക്കണത് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ വീട്. അപ്പോൾ നമ്മളവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഇക്ക പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഫോൺ ചെയ്ത് പിന്നെ ഇക്കാനെ വരുത്തേണ്ടോ ചെയ്തത്, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെല്ലണ വിവരം. അപ്പോൾ അതേ ഇത്താടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടിട്ട് നിറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ മരം, മാവ്, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടിട്ട് ഇത്താടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ്ടോ ഇവിടെ അവർക്ക് വന്നത്. കാരണം നമ്മൾ നേരത്തെ ഒന്നും വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ലായിരുന്നു നമ്മൾ വന്ന വിവരം. അതേ നമ്മളിപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ കയറി വേഗം തന്നെ ഇത്തതേ ജ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ പിസ്ത, പിന്നെ ഇത്ത കുറച്ച് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണോ നമ്മൾ കഴിച്ചത്. അപ്പോൾ അതേ ഇരിക്കണാണ് ഇവിടുത്തെ ഇത്താടെ ഹസ്ബൻഡ്, നമ്മുടെ അളിയൻ അഷറഫ് എന്നാണ് കേട്ടോ ഒക്കെയുടെ പേര്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ പെങ്ങൾ, വാഹിദ എന്നാണ് പേര്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വന്നുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഫുഡൊന്നും നമ്മൾ കഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അവർ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ എങ്കിലും നമുക്ക് അതിനുള്ള വയറില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ നേരം വർത്താനം പറഞ്ഞാണ്ട് വരുന്നത്, ഫുഡൊന്നും കഴിക്കാനായിട്ട് ഇരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 10:30 മണി കഴിഞ്ഞതിന് ശേഷമുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ അവിടെ ഇല്ല കേട്ടോ, അവരൊക്കെ ഗൾഫിലാണ്. അവിടെ ഇത്തായിക്കായി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ മാത്രം കാണിച്ചത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ കാക്കനാടേക്ക് പോവാട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുക്കും കേട്ടോ നമുക്ക് കാക്കനാട് എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തോടെ തീർന്നിട്ടൊന്നുമില്ല, എല്ലാവരുടെയും വീടുകളിൽ പോക്ക് ഇനിയുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ ചാനൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിലേ നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ, പുതിയ നോമ്പിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.